സ്വിച്ചിട്ടാൽ ആത്മാവ് ഓടി വരുന്ന പ്രോസസ്സൊന്നും അല്ല. സോൾസിനിക്ക് എല്ലാം ഹൈലി എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഓജോ ബോർഡിനെ പറ്റി, അതിന്റെ കോംപ്ലിക്കേഷനെ പറ്റിയും അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവലിനെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു പരിധി വിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കില്ല. ഈ ഓജോ ബോർഡിലൊക്കെ ദൈവത്തെ ഓർത്ത് അതും ആരും ചെയ്യാതിരിക്കുക. നമ്മളിപ്പം ഈ എലിജിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിക് കൺസൾട്ടൻ്റ് ഒരു സോളിനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് സാധാരണപ്പെട്ടവർ ചിന്തിക്കില്ലേ, എനിക്ക് ആ സോളിനെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സോൾ എൻ്റെ ദേഹത്ത് വന്നാൽ ഇതെങ്ങനെ മാറിപ്പോകും, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് വരില്ലേ? എന്റെ കൺസൾട്ടേഷൻസിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കേസ്, ഫിഫ്ത്ത് റിലത്തിലല്ലാത്ത ഒരു സോഴ്സിനും എന്റെ അടുത്തേക്ക് പ്രവേശനമില്ല. കട്ട് ആൻഡ് റൈറ്റ് ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ എനിക്ക് മെയിൽ അയക്കും. മെയിൽ അയക്കുമ്പോ ആ വരുന്ന മെയില് അവര് പറയാം, അവരെനിക്ക് ഫോട്ടോ ഇട്ട് വരും, മാം ഞങ്ങൾ മെയിൽ അയച്ചു. അതെന്റെ സ്പാമിലും കാണില്ല, എന്റെ ഇൻബോക്സിലും കാണില്ല, ഒരിടത്തും കാണില്ല. അത് ഹാഫ് വേയിൽ പോവാണ്. അവർക്ക് ആ കൺസൾട്ടേഷൻ കിട്ടാനുള്ള യോഗ്യത ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ടൈം ആയില്ലായിരിക്കും, അല്ലെങ്കിൽ പ്രയർ ആയിട്ടില്ല. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇവര് ടെസ്റ്റിങ്ങിന് വിളിക്കുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ കേസസ് ഉണ്ട്. അതൊന്നും നമ്മുടെ സൈഡിലേക്ക് വരില്ല. പണ്ട് ഞാന് ഇപ്പൊ ആത്മഹത്യ ചെയ്ത കേസസ് ആണെങ്കിലോ അതല്ലെങ്കിൽ അതുപോലത്തെ കോംപ്ലക്സ് ഡെത്തുകളാണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ വിളിച്ച് കരയുമ്പോൾ 4-5 മണിക്കൂർ അവരുടെ കൂടെ ഞാൻ ഇരിക്കുക. അപ്പൊ എനിക്ക് വീട്ടിലെ കുക്കിങ്ങോ ക്ലീനിങ്ങോ എനിക്ക് എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ, നേരം വെളുക്കുമ്പോൾ മുതലേ ഈവൻ ദോ യൂറോപ്പിലാണെങ്കിലും ആളുകള് ഇവിടുത്തെ സമയം അവിടുത്തെ സമയം തമ്മിൽ വ്യത്യാസമാണെന്നൊന്നും ചിന്തിക്കുന്നില്ല. രാത്രി മിഡ് നൈറ്റിൽ 1:30 2:30 എനിക്ക് കോൾസ് വരും. ഞാൻ ആ ഫോൺ സൈലന്റിൽ വെക്കും, വൈബ്രേഷനിലായിരിക്കും, പക്ഷെ ഞാൻ അലേർട്ട് ആയിരിക്കും. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയും, ഇത് എന്താണോ എന്ന് ചോദിക്കും. ഞാൻ പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്കിത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയും. ഓഫ് കോഴ്സ് അത് നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും I have to understand that this is my life and I cannot run away from it anymore. He can go. പുള്ളിക്ക് എപ്പോൾ വേണേലും പോകാം and he is free to do that. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. അപ്പം സ്പിരിച്വലി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിന്റെ അർത്ഥം തലങ്ങൾ താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർമ്മം. ആ സമയത്ത് നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ, ആ ഒരു ഫാമിലി ഒരു സൂയിസൈഡിന് നിൽക്കുന്ന ടൈം ആണെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് നമുക്ക് സാധിക്കുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്. അത് മനുഷ്യരുടെ കേസല്ല ഞാൻ പറഞ്ഞേ, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആളാണോ ഡിപ്പാർട്ടഡ് ആയത് അവരാണ് കണക്ഷൻ കൊടുത്ത് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നത്. അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്യണം. എന്നാൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ലാത്ത കേസസും ഉണ്ട്. അതാണ് ഈ പറയുന്ന ഈവിൾ എൻറ്റിറ്റീസുമായിട്ട് വർക്ക് ചെയ്യുന്നവര്, സൂയിസൈഡ്, കൊലപാതകം, അതുകൂടാതെ തന്നെ ദുർമന്ത്രവാദം. ഈ ക്ലയൻസിന് അങ്ങനെ ഒരു ഹിസ്റ്ററി കാണും, അല്ലെങ്കിൽ ഈ സോളിന് അങ്ങനെ ഒരു ഹിസ്റ്ററി കാണും, അതല്ലെങ്കിൽ ഇവർ ഫാമിലിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി കാണും. നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടും ഡിവൈൻ ഗൈഡൻസ് ഉള്ളത് കൊണ്ടും നമ്മളിലേക്ക് എത്തില്ല. അതാണ് ആളുകൾ പറഞ്ഞു വരുത്തുന്നത്, ഞാൻ ആർക്കും കൺസൾട്ടേഷൻ കൊടുക്കില്ല. അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെയല്ല. അതൊരു മിഥ്യാധാരണയാണ്, റിയാലിറ്റി വ്യത്യാസമാണ്. അത് യൂണിവേഴ്സ് തന്നെ ഇടപെട്ട് ആ പ്രോസസ്സെ കട്ട് ഓഫ് ചെയ്യുന്നത്. വൺസ് യു ആർ റെഡി, എപ്പോഴാണോ നിങ്ങൾക്ക് അതിനുള്ളൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നത്, പ്രാർത്ഥന വേണം. അല്ലാതെ സ്വിച്ചിട്ടാൽ ആത്മാവ് ഓടി വരുന്ന പ്രോസസ്സൊന്നും അല്ല. ചില ക്ലയൻസ് ഇപ്പോൾ എനിക്കൊന്ന് 1.5 മാസം തോന്നുന്നു, 2.5 വർഷം അവര് എന്റെ കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2.5 വർഷം. ഞാൻ ചോദിച്ചു, ഈ 2.5 വർഷത്തിൽ നിങ്ങൾക്ക് പലതവണ ഞാൻ ഡേറ്റ് തന്നു, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ടൈം ആയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ക്ഷമ വേണ്ട പ്രോസസ്സാണ്. അല്ലാതെ എടുത്തു ചാടി ഓടി വന്ന് ഓക്കെ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ പൈസ തരാം, അങ്ങനൊന്നും അല്ല ഇത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമ്മൾ ഈ പറയുന്ന അസ്റ്റൽ ലോകങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡ് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കിട്ടിയ വളരെ ക്ലാരിറ്റി, അതായത് ദ പവർ ഓഫ് സോൾ അല്ലെങ്കിൽ സോളിന്റെ വളരെ പവർഫുൾ ആണ്. അവർക്ക് നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും അടുത്ത സെക്കൻഡിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതിനെ പറ്റിയും പ്രദീപ് എന്താ പറയാൻ പോകുന്നതിനെ പറ്റിയും താങ്കൾ എന്താ ചിന്തിക്കുന്നതും ഞാൻ എന്താ ചിന്തിക്കുന്നതും അറിയാം. അവരുടെ മുമ്പിലിരുന്ന് കള്ളം പറയാനോ എന്താ പറയുക, പുറമേ ചിരിച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഈശ്വരന് മുമ്പിൽ നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, എക്സാക്ട്ലി സെയിം സിറ്റുവേഷനാ. ഞാൻ എന്റെ കൺസൾട്ടേഷൻ സമയത്ത് മിക്ക കൺസൾട്ടേഷനിലും ചിലപ്പോൾ എൻ്റെ ഫാമിലി കാണും, ചിലപ്പോൾ 3 പേര് കാണുമായിരിക്കും. അപ്പൊ ഇരിക്കുന്ന സമയങ്ങളിൽ പല കാര്യങ്ങളും സോളോ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഈ സോളോ തന്നെ പറയാം, ആ ആള് പുള്ളിയുടെ എണീറ്റ് പോകാൻ പറയും. ഞാനപ്പോ നമുക്ക് അവരോട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കും, എന്നെ പ്രശ്നമെന്ന് ചോദിക്കും.
നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ലേ? മാം എനിക്ക് പേടിയാണ്. ഞാൻ ശരി കുഴപ്പമില്ല പൊക്കോ, ബാക്കിയുള്ളവർ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പൊ പിന്നെ സോങ് ഫ്രീ ആകും. അല്ലെങ്കിൽ ചിലര് ഇതൊക്കെ ഉണ്ട് അതെന്താന്ന് മനസ്സിലായില്ലേ, ഇവരെന്താ പറയുന്ന ഒക്കെ അങ്ങനെ ഞാൻ എന്തോ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. എന്നോട് എന്ത് പറയുന്നോ, ഇപ്പം ചില കേസസില് പേരുകൾ പറഞ്ഞു തരും, സ്ഥലം പറഞ്ഞു തരും, അസുഖത്തിനെ പറ്റി പറഞ്ഞു തരും, അതുകൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരും. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാനത് താങ്കളോട് ചോദിക്കുകയുള്ളൂ. അപ്പൊ നമ്മളത് ഡോട്ട്സ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. നമ്മളിങ്ങനെ ഇരുന്ന് കഥ പറയുന്നത് പോലെ ഇവർക്ക് പറയാനുള്ള പെർമിഷൻ ഇല്ല. ലിമിറ്റഡ് ഓഫ് വേർഡ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ പൊസിഷന്റെ കേസ് ചോദിച്ചില്ല, അത് ഈ ലോവർ തലത്തിലുള്ള സോൾസ് ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ വീക്ക് ആണെങ്കിൽ ഉറപ്പായിട്ട്. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ വളരെ ഡിഫിക്കൽറ്റിയാണ്. ബൈ ദാറ്റ് ടൈം ഓൾറെഡി ഈ ആൾ 1-2 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് ഫേസ് ചെയ്തതൊക്കെ ആയി പോകാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനത്തെ ഒരു കേസ് എനിക്കറിയാം. അതായത് ഈശ്വരനുണ്ട്, പോസിറ്റീവ് ഉണ്ട്, ഓക്കെ, എന്നാൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റിങ്ങിനൊക്കെ പോയ ഒരാള്, ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ട്, ഞാൻ ഫർദർ ഒന്നും പറയുന്നില്ല. പുള്ളി പോയപ്പോ പുള്ളിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ ചുറ്റിന് ആള് നിക്കുക, ഐ മീൻ സോൾസ് നിക്കുക, എല്ലാം ഹൈലി എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ളത്. കൺസൾട്ടേഷൻ അല്ല, ഞാൻ അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയമല്ല. ഞാൻ പറഞ്ഞു ശരി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് സമാധാനമായിട്ട് വാ. അത് ടൈം ആയെങ്കിൽ മാത്രമല്ല നമുക്കത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പരീക്ഷിക്കാനായിട്ടൊക്കെ പോയി, കൂടെ ആള് വന്നില്ല, ഇതിനെ പറ്റി ഇവർക്ക് ആർക്കും ഒരു പിടുത്തമില്ല. അത് തന്നെയാണ് ഈ ഓജോ ബോർഡിന്റെ കേസ്. വൺസ് പൊസസ്ഡ്, നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫേ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഈ ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് പോകുന്ന എന്തിനാ? ഓജോ ബോർഡിനെ പറ്റിയും അതിന്റെ കോംപ്ലിക്കേഷനെ പറ്റിയും അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവലിനെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു പരിധി വിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കില്ല. കാരണം ഇത് കേൾക്കുന്നത് യങ് ജനറേഷൻകാരുണ്ട്. ഈ യങ് ജനറേഷനിൽ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളും മറ്റേ OCD ഉള്ള ആളുകളും അതല്ലെങ്കിൽ ADHD ഉള്ള ആളുകളും പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ആളുകളും പ്രായമുള്ളവരും ഉണ്ട്. ഇവരൊക്കെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പോയി ഇത് ചെയ്യും. കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇത് പറഞ്ഞും കൊടുത്തേക്ക. പിന്നെ കാമുകി ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആസ്ട്രൽ ട്രാവലിൽ പോയി കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താണത്? നിങ്ങളും നിങ്ങളുടെ സോളും തമ്മിലൊരു സ്പിരിച്വൽ കോഡുണ്ട്, അതറിയാമല്ലോ. ആ കോഡ് നിങ്ങൾ പാനിക് ആവുന്ന സമയത്ത്, അതായത് ഇന്ന് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തേയുള്ളൂ. അപ്പം നമ്മളൊരു വഴി കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇടതുവശത്തൂടെ ഒരു വണ്ടിക്കാരൻ പോകുന്നു, വലതുവശത്തൂടെ ഒരു വണ്ടിക്കാരൻ പോകുന്നു, മുന്നേ കൂടെ പോകുന്നു. നമ്മൾ വളരെ ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ പോകുമായിരിക്കാം. ഇടതുവശത്തുള്ളവൻ ഇൻഡീസെന്റ് ആണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. മുന്നേ പോകുന്നവൻ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മളെ ബാധിക്കും. അപ്പോ നമ്മൾ പോകുന്ന ആസ്ട്രലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മൾ പോകുന്ന ആ ഒരു ടണൽ, അതല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു സ്പേസിൽ ഇതുപോലെ എല്ലാം ഗുഡ് സ്പിരിറ്റ്സ് ഒന്നും അല്ല കിടക്കുന്നത്. അപ്പോ നിങ്ങൾ പാനിക്കാകും, നിങ്ങളുടെ ആത്മാവ് പാനിക്കാകും. സ്പിരിച്വൽ കോഡിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ തിരിച്ചു വരും? അപ്പൊ അതുകൊണ്ട് ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഇത് രണ്ടും റോങ് ആണ്, പൊസിസ്റ്റ് ആകും. അതുകൊണ്ട് ഹൈലി കെയർഫുൾ ആയിട്ട് വേണം ഈ ഓജോ ബോർഡിലൊക്കെ. ദൈവത്തെ ഓർത്ത് അത് ആരും ചെയ്യാതിരിക്കുക, മൈ പേഴ്സണൽ സജഷൻ. ഓക്കെ, എന്തായാലും ഈ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ഈ ടാരോട്ടിനെ പറ്റി നമ്മൾ സംസാരിച്ച് സ്പിരിച്വൽ വേൾഡിലേക്ക് വന്നു. സ്പിരിച്വൽ വേൾഡ് നമ്മൾ സംസാരിച്ചാലും തീരാത്തൊരു സെഷനാണ്. അതെ. സോ നമുക്ക് ഏഞ്ചൽസ് ഒക്കെ ആയിട്ട് എന്നെ കൊണ്ടുപോയാണ് ഈ ഡയമെൻഷൻസ് ഒക്കെ കാണിച്ചതും അത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ബുക്ക് എഴുതാൻ പറ്റുന്നതും. പിന്നെ നമ്മുടെ ഓരോ കൺസൾട്ടേഷൻസിലും പല സോൾസും പല കാര്യങ്ങളും എന്നെ പഠിപ്പിക്കും. എന്റെ പപ്പ മാത്രമൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്, പപ്പ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ എന്റെ പ്രീവിയസ് ബർത്ത് ഒരു ഫാദർ ഉണ്ട്, അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും എന്റെ അടുത്ത് ആക്സസ് ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഈ ക്ലയൻസിന്റെ കേസസ് വരുമ്പോഴത്തേക്കും അവര് തലേദിവസം വരാം, അതല്ലെങ്കിൽ കൺസൾട്ടേഷൻ സമയത്ത് വരാം. ആ സമയത്ത് പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഏഞ്ചൽസ്, മദർ മേരി, ദേവതകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ മൂകാംബികയിൽ പോണം, അമ്മ വന്നിട്ട് സന്തോഷം വരണോന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം പോണോന്നിരുന്ന സമയത്താണ് ഫ്രാക്ചർ ആകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹൃദയവേദന എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എന്തായാലും ഈ വർഷം പോകാൻ സാധിക്കട്ടെ. ആ ഒരു സോളിന്റെ പവർ ഭയങ്കര വലുതാണ്, ബ്ലെസ്ഡ് പവറാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.
ഈ നമ്മുടെ ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഏഞ്ചൽസ് നമ്പർ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ, ഇപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യയിൽ പലയിടത്തും പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ESPN, ഇപ്പോൾ ഈവൻ ഒരു ഓസ്ട്രേലിയൻ ഡോക്ടേഴ്സ്, നമ്മളൊരു റോയൽ കരീബിയൻ ഷിപ്പിനകത്തൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു കോൺക്ലേവ് ആണ്. അപ്പോൾ അവിടെ സോൾ ഉണ്ടോ, എനർജി ഉണ്ടോ, സോ ദേ പുട്ട് എ മെക്കാനിസം ഓവർ ദെയർ. ആ മെക്കാനിസം ഒന്ന് ചെക്ക് ചെയ്യും. ആ വേവ്സ് ആയിരിക്കും പറയുന്നത് എനർജി ഉണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ ഈ ഡിവൈസ് വെച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ ഈ പറയുന്ന പീക്ക് ലെവൽ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള സോളായിരിക്കും മേ ബി അറ്റാച്ച്ഡ് ആവുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയുടെ നമ്പേഴ്സ് 111, അപ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏഞ്ചൽ ഫ്രണ്ടിലുണ്ട് എന്നൊരു തോട്ട് വരും. സോ ഈസ് റെലവൻ്റ് ആണ്. ഏഞ്ചൽ നമ്പേഴ്സ് അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 3-4 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ബുക്ക് എന്ന് പറയുന്നത് മദർ മേരി ആൻഡ് 7 ആർക്കേഞ്ചൽസ് എന്നുള്ള ഒരു ബുക്ക്. അത് ഇംഗ്ലീഷിലാണ്, മലയാളം ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതേപോലെ എനിക്ക് മലയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റും, എനിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ജെന്യുവിൻ ആയിട്ടുള്ള ഈശ്വരാനുഗ്രഹമുള്ള ആൾക്ക് എന്റെ ബുക്കെ തൊടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആളാണ് എന്റെ ഈ ബുക്ക് ചെയ്തത്. ആ കുട്ടി ക്രിസ്ത്യനിലെത്തി. അപ്പൊ അവനവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ആളില്ല, ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏഞ്ചൽസിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഓരോ ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മളുടെ അർക്ക് ഏഞ്ചൽസ് 7 പേരേ ഉള്ളൂ. ഈ 7 പേരുടെ പേരെന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, അവരെ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ സീക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏഞ്ചൽ നമ്പർ റിയൽ ആണത്, വെറുതെ തമാശക്ക് പറയുന്നതല്ല, പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഡു ദ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് സോ നമ്മൾ ആ ഒരു നമ്പേഴ്സ് കീപ്പ് ചെയ്യണമെങ്കിൽ ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? നമ്പേഴ്സ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ, ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നമ്പർ കീപ്പ് ചെയ്യാം. നമുക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ട്, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട്, കീപ്പ് ചെയ്യാം. പക്ഷെ അവിടെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. I forgive to you and let him or her to forgive to me. സഹായിക്കണം എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്നതിന് വേറൊരു എനർജി. ഇന്റൻഷൻ ആണ് അവിടെ ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ മന്ത്ര ലൈക്ക് പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു സോ മച്ച്, അല്ലേ, മറ്റുള്ളവർക്ക് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്, അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും നമ്മൾ ഇനി എന്തായാലും വീണ്ടും ഇരിക്കും. വി വിൽ സിറ്റ് അഗെയിൻ, വി വിൽ ഡിസ്കസ് അബൌട്ട് ദി സ്പിരിച്വൽ വേൾഡ്. സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ സംസാരിക്കും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈശ്വരൻ സഹായിക്കട്ടെ പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നെക്സ്റ്റ് മന്ത് തിരിച്ചക്കാര്യം ഒഫീഷ്യലി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടിപ്പോ സെപ്റ്റംബർ എൻഡിൽ എത്തിയതാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കാര്യം ഇന്ത്യയിൽ ബ്രാഞ്ച് ഇട്ടു, കൊച്ചിയിലാണ് ഓഫീസ്. ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്റെ എഡ്യൂക്കേഷന്റെ ആണ് കേട്ടോ. അപ്പം എന്നാൽ തന്നെയും ക്ലയൻസിന് കൺസൾട്ടേഷൻ വേണ്ട ആളുകൾക്ക് പേഴ്സണലി നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ എന്റെ ബുക്സിന്റെ കേസ് ഇപ്പൊ ഐ ആം ലില്ലി എന്ന് പറയുന്ന അതൊരു ഇൻസ്പിറേഷണൽ നോവലാണ്. അത് ഈ ബുക്കായിട്ട് അവൈലബിൾ ആ, ബിജു സാറിന്റെ ബുക്ക്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. അതിനേക്കാളും ഉപരി എനിക്ക് ചെയ്യേണ്ട വലിയ കർമ്മങ്ങൾ കിടക്കുക, എനിക്കതറിയാം. അത് കഴിയാതെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഒഫീഷ്യലി ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തിരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈശ്വരനാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ടിക്കറ്റ് എടുക്കണമെന്ന് ഞാനല്ല. ഞാനത് വെയിറ്റ് ചെയ്യുന്നു എന്ന് എന്നോട് പൊക്കോ എന്ന് പറയുമ്പോൾ കയറി പോകാം. അപ്പൊ അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ക്ലയൻസ് ഒരുപാട് പേരുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ജനുവരി 12 സൺഡേ ആണല്ലോ, സൺഡേ നമ്മള് കൊച്ചിയിൽ ഒരു ചെറിയൊരു ഇവന്റ് ഗ്യാതറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ അവിടെ നമ്മള് അധികം സ്പീച്ച് ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. പ്രാക്ടിക്കലാണ് വേണ്ടത്. ബേസിക്കലി ഇങ്ങനത്തെ ഒരു സെഷൻ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സെഷനാണ്. സോ യൂണിവേഴ്സൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി മേഡത്തിന്റെ ക്ലാസ്സിലേക്ക് വരും. സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടത്. അത് എനിക്ക് തോന്നുന്നു ഒരു 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ചെറിയൊരു ഇവന്റ്. അപ്പൊ അതിലൊരു വെജിറ്റേറിയൻ ലഞ്ചും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എൻട്രി ഫീസ് കാര്യം വാടകയ്ക്ക് എനിക്ക് തോന്നുന്നു ഹോളൊക്കെ വാടകയൊക്കെ എടുക്കണം ഞാൻ സ്പേസിന്റെ തന്നെ. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ കൊച്ചിയും ട്രിവാൻഡ്രവും കൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം പോകുന്നുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഏഞ്ചൽ വീഡിയോസ് ഞാൻ കൊടുത്തായിരുന്നു, പക്ഷെ അത് റിമൂവ് ചെയ്തതിന്റെ റീസൺ ചാനലിന് കുറച്ച് ടെക്നിക്കൽ എററും പ്ലസ് ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളും
ഈ പൈശാചികമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമൊക്കെ ആ വീഡിയോനെ ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാനത് വിഡ്രോ ചെയ്തു. സോ നേരിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ശബ്ദം, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം വരെയുണ്ട്. ശബ്ദവും കാര്യങ്ങളും ഒക്കെ നമുക്ക് റെക്കോർഡിൽ കൺസൾട്ടേഷൻസിൽ കിട്ടിയിട്ടുണ്ട്. അതും ഈ അപ്പാരിഷനും വരച്ചതും ഒക്കെ കാണും. സന്തോഷം. എന്തായാലും ഒരുപാടൊന്നും റിവീൽ ചെയ്യില്ല, പക്ഷെ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ. ഈ പറയുന്ന ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരാളും ഈ സ്പിരിറ്റ്സിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സോൾസിനെ വിളിച്ച് വരുത്താതിരിക്കട്ടെ. നല്ലൊരു അങ്ങനല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ നാച്ചുറലി ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? എല്ലാവരുമായിട്ടൊന്നും അവർക്ക് കണക്ട് ചെയ്യാനേ പറ്റില്ല. അപ്പം നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോള് അത്രയും പെയിൻഫുള്ളിൽ നിൽക്കുമ്പോൾ ഒരു ഹീലിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ ഒരു പ്രോസസ്സ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ആ സ്റ്റുഡന്റ് വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലേ, അത് ജസ്റ്റ് ആ വീടൊന്ന് ബ്ലസ് ചെയ്യാനായിട്ട് പോയതാണ്. പോകുന്ന സമയത്ത് അവിടെ ഒരാൾ സ്റ്റക്കാണ്, ഒരു സോള് സ്റ്റക്കാണ്. നമ്മൾ വിളിച്ചു വരുത്തിയതൊന്നുമല്ല, അവര് നാച്ചുറലി ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ബിക്കോസ് ഇറ്റ്സ് ഈസ് ടൈം, ഇവിടെ വിട്ടു പോകേണ്ട ടൈം ആയിട്ടുണ്ട്. വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കരുത്. രണ്ടാമത്തെ കേസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള, അതിപ്പം മക്കളാവാം, വയറ്റിൽ വെച്ച് അബോർഷനായ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അബോർഷൻ ചെയ്ത കുട്ടികളാകാം, അവരൊരു സോളായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഞാൻ ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ ഒരുപാട് പേർക്ക് വേദനിക്കുക, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അവരുടേതൊക്കെ ഉൾപ്പെടെയുള്ള വോയിസസ് എൻ്റെ കയ്യിലുണ്ട്, ചെറിയ കുട്ടികളുടെ സംസാരിക്കുന്ന, ഐ മീൻ സോളിന്റെ വോയിസ്. അതുകൂടാതെ നിങ്ങളുടെ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ളവരോട് ക്ഷമാപണം നടത്തുക. പോയവര് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഈശ്വര സന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ അവരെ ചീത്തയും പറഞ്ഞ് അവരുടെ അക്കൗണ്ട് നമ്പർ തന്നില്ല, അവരുടെ പാസ്വേഡ് എനിക്ക് തന്നില്ല, പാസ്ബുക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, ചെക്ക് എവിടെ കൊണ്ട് വെച്ചേക്കുവാന്ന് അറിയത്തില്ല, മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ലോക്കറിന്റെ കീ എവിടെയാന്ന് അറിയത്തില്ല, മനസ്സിലായില്ലേ? ഈ നമ്മുടെ ആധാരം കൊണ്ട് ഏതോ ബാങ്കിൽ വെച്ചേക്കാണ്. ജീസസ്, സത്യം പറയാലോ ഇങ്ങനത്തെ ഒരുപാട്. അപ്പൊ ഞാൻ തന്നെ ആലോചിക്കുക, ദൈവമേ, ഈ വ്യക്തിക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടും ഈ മകളോ മകനോ ആ അപ്പനെ ചീത്ത വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഈ അപ്പം കേട്ടോണ്ട് നിൽക്കുക. വളരെ നിസ്സഹായമായ അവസ്ഥ. ഇതെല്ലാം ഒരു ദിവസം തിരിച്ച് അറിവുകളിലേക്ക് വരുന്നൊരു കാലം ഉണ്ടാവും. കാര്യം യൂണിവേഴ്സ് ഈസ് വെരി പവർഫുൾ. എന്തായാലും സന്തോഷം. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഏഞ്ചൽ ഹീലിംഗ്സ് എന്താണെന്നുള്ളതും ചക്ര ഹീലിംഗ്സിന്റെ നമുക്ക് സംസാരിക്കാം. ചക്ര ഹീലിംഗ് അത്ര എമർജൻസി ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഏഞ്ചൽ ഹീലിംഗ് അല്ല, ചക്ര ഹീലിംഗ് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ റേക്കി സെക്കൻഡ് ലെവൽ വരെ ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നമസ്കാരം. താങ്ക് യു.